ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതേ നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണൊന്ന് ചെറുതായിട്ട് കേടായി. അപ്പോൾ മൊത്തം വീഡിയോസും അതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പൊടി വാട്ടാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോലിയൊക്കെ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഞാനിതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനിങ്ങനെ ചുരിദാർ സെയിൽ ചെയ്യുന്നുണ്ട്, നിസ്കാരക്കുപ്പായം സെയിൽ ചെയ്യുന്നുണ്ട്. നിസ്കാരക്കുപ്പായമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെയാണ് അതിലേക്ക് മെറ്റീരിയൽ ചുരിദാറുകളൊക്കെ കൊണ്ടുവന്നത്. മാക്സി വേണമെങ്കിൽ ഇൻഷാല്ലാ മാക്സിയും കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കാണോ സാധനം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ തന്നാൽ മതി, ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്കൊരു 10 രൂപ വരുമാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. 1-2 ആൾക്കാരെന്നല്ല, കുറച്ച് കൂടുതൽ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അൽഹംദുലില്ലാ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളോ പോലെ തന്നെയാണ് പിടിച്ചു തരുന്നത്. കാര്യമായിട്ട് നിസ്കാരക്കുപ്പായാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രിൻ്റഡ് ആയിട്ടും ചെയ്യുന്നുണ്ട്, പ്ലെയിൻ ആയിട്ടും ചെയ്യുന്നുണ്ട്, പ്യുർ കോട്ടണിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ മെറ്റീരിയലുകൾ ഈ നിസ്കാരക്കുപ്പായ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനോ ഇതാക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഇൻഷാല്ലാ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പത്തിരിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബോളുകളാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മെക്സവനൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു ദിവസം പത്തിരി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ദിവസം മെക്സവന് പോകുന്നതിന് മുന്നേ തന്നെ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് ആ വെള്ളിയാഴ്ചത്തെ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കാക്ക രാവിലെ തന്നെ ജോലിക്ക് പോയി. അപ്പോൾ തലേന്ന് പരത്തി വെച്ച് പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് അതൊന്ന് ചുട്ട് കൊടുത്തിട്ടാണ് കാക്കനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 5:40 ആകുമ്പോൾ മെക്സവന് പോകും. 35-40 ആ സമയത്തൊക്കെ മെക്സവന് പോവലുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് തീരെ പോവലില്ല കേട്ടോ. അപ്പോൾ അതേ ചായയൊക്കെ ആക്കി വന്നപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. മക്കൾക്ക് വണ്ടി ഫീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് അവർക്ക് പാകാനാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ തലേത്തെ ദിവസം എന്തൊക്കെയോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്നും മടക്കി വെക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ രാത്രി എടുത്ത് അവിടെ കൊണ്ടുവച്ച് അപ്പോൾ രാവിലെ തന്നെയാണ് ഇതൊക്കെ പെട്ടെന്നൊന്നും മടക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഇത് വന്നപ്പോൾ കിസ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എണീറ്റതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇത് ഈ ഒരു ഏരിയ ഇത് ഞാൻ രാവിലെ അങ്ങനെ എൻ്റെ പണിൻ്റെ ഇടയിൽ കൂടി ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല. കാരണം ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണല്ലോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഇതേ മക്കളൊക്കെ നിസ്കാരക്കുപ്പായൊക്കെ അങ്ങനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നിസ്കാരക്കുപ്പായൊക്കെ ഒന്ന് പാകനാക്കി വെച്ചതിന് ശേഷം മുറ്റത്തേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്തേക്കല്ല, കൊലായിലേക്ക് വന്ന് ജസ്റ്റിൻ്റെ ചെടികളൊക്കെ ഒന്ന് തലോടിങ്ങായിട്ട് അങ്ങ് പോവരുണ്ട്. അപ്പോൾ പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ പൊടി വരുന്നുണ്ട്. അപ്പോൾ ഈ ചെടികൾക്കൊന്നും ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കില്ല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കും. ഇതിൻ്റെ ഇസൂബി തന്ന ചെറിയൊരു പണിയാണ് എനിക്ക്. നല്ലോണം ഒന്ന് ഉഷാറായി വന്ന ചെടിയായിരുന്നു. അപ്പോൾ മൂപ്പര് എന്നെ ഫുള്ള് ഒടിച്ചിട്ടിട്ടുണ്ട്, സ്റ്റെപ്പുമ്മേൽ വെച്ചായിരുന്നു. അപ്പോൾ ഇതിന് മക്കളൊന്ന് സ്കൂളിൽ പോയാൽ മാത്രമേ ഈ ഒരു ടേബിൾ വൃത്തിയാവും. നമ്മളല്ലാണ്ട് എത്ര വൃത്തിയാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ മുറ്റത്തുള്ള പുല്ലൊന്നും ആരും നോക്കണ്ട, ഇൻഷാല്ലാ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് രാവിലെ അടിച്ച് വരുന്നതിനിടെ കൂടി ഇഷ്ടം പോലെ സാധനങ്ങൾ പെറുക്കാനുണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ വീടുകളിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ഒതുക്കി വെക്കാൻ വിചാരിക്കുമ്പോൾ എൻ്റെ മോന് പിന്നെ ഞാൻ എവിടെയാണോ അടിച്ച് വാരിയത് അവിടെ ഓന് പിന്നെ അത് കൊണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഡെയിലി ഞാനും ഓനും തമ്മിൽ ഇവിടെ അടി നടക്കുന്ന കാര്യം അതാണ്. പിന്നെ ഇത് ഞാൻ അടിച്ച് വാരി വന്നതിന് ശേഷം ഉച്ചക്കേക്ക് എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. മീനെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറി വെക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നപ്പോഴേക്ക് തന്നെ പാത്രം കഴുകാനുള്ള സിങ്കും കാര്യങ്ങളൊക്കെ ഏകദേശം തന്നെ ഫുള്ളായി കൊടുക്കും കേട്ടോ. എൻ്റെ മക്കൾ ചായ കുടിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇത് കറിയൊക്കെ വെക്കാനുള്ള ചിക്കനൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇത് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചിട്ടില്ല എങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആൾക്കാരോട് നമുക്ക് നല്ലോണം അവരെ വായുള്ളത് മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും. അതൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കഴുകാതെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ പാലിൻ്റെത്, മീനിൻ്റെത്, ഇറച്ചീൻ്റെത് അങ്ങനത്തെ ഒക്കെ അത് കഴുകാണ്ട് ഇട്ടിച്ചിട്ടാണ് നല്ലോണം തന്നെ കേൾക്കും. അപ്പോൾ അതിൻ്റെ ഈ ഒരു പാത്രം കഴിക്കുന്നതിനിടയിൽ കൂടി ഒരു 10 പ്രാവശ്യമൊക്കെ അത് അവിടെ ഇട്ട് പോകേണ്ട ആവശ്യം വരും കേട്ടോ. കാരണം ഒരാളെ മുടി വരാനുണ്ടാവുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇസൂന് ചായ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓൻ ചായ കുടിച്ചൊന്നും വരില്ല. അപ്പോൾ ഓൻ എപ്പോഴാണോ കൂടുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഓൻ ചായ കുടിക്കും. ഓൻ വന്ന് പറയും എനിക്ക് ചായ വേണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വട്ടം ഇട്ടിച്ച് പോയി എന്നാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതേ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കേക്കുള്ള കറിക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ കുക്കറിലിട്ട് പിന്നെ ചോറൊക്കെ വെച്ച് ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു പോയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇതേ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് ഈ സ്റ്റിച്ച് ചെയ്യലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോനെ കുറച്ച് മുന്നേ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ കുറച്ച് മക്രോണി ഉണ്ടാക്കി, മുതിര തേങ്ങ ശർക്കര ഇട്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ അവൾ പോയതിന് ശേഷം ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊക്കെ മെസ്സേജ് അയച്ചോളി. ഇൻഷാ അല്ലാഹ് സാധനങ്ങൾ നമ്മൾ നിങ്ങളെ വീട്ടിലെത്തിച്ചേരും. നിങ്ങൾക്കൊരു മീറ്ററോ 2 മീറ്ററോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് സാധനങ്ങളെ വീട്ടിലെത്താം. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.